ഈ സ്ഥലം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നമ്മളൊരു ഫോറസ്റ്റിലേക്കാണ് പോകുന്നത് എന്ന്. സത്യം പറഞ്ഞാൽ പാലക്കാട് മുതലമട എന്ന് പറയുന്ന ഒരു ചെറിയൊരു പഞ്ചായത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ പനങ്കള്ള് ചെത്തുന്നത് കാണാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് എല്ലാവരും കാണുക. ഞാൻ തെങ്ങുകള്ള് ചെത്തുന്നതും കണ്ടിട്ടുണ്ട്, ടേസ്റ്റും ചെയ്തിട്ടുണ്ട്. പക്ഷെ പനങ്കള്ള് ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പാലക്കാട് ഇതിന് വളരെ ഫേമസ് ആണ്. ഈ പറഞ്ഞ ഈ മുതലമട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് പനയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെത്തുന്ന ഒരാളെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. അതും നമുക്ക് കാണാം. അതുകൂടാതെ ഈ പാലക്കാട് ഇപ്പോഴത്തെ ചൂടെന്ന് പറയുന്നത് 42 ഡിഗ്രിക്ക് മുകളിലാണ്. അപ്പം സാഹചര്യങ്ങൾ ഇപ്പോഴാണ് ഒത്തു വന്നത് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇതൊക്കെ കാണാം. ആ മെയിൻ റോഡിന് ഉള്ളിലേക്ക് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്ററാണ്. കുറച്ചൊരു ഇടുങ്ങിയ റോഡാണ്. ആദ്യം കാർ എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചത്, പക്ഷേ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ആ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നു. മദ്യപാനവും സ്മോക്കിങ്ങും ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഈ വീഡിയോ എടുക്കാൻ കാരണം ഈ കള്ളുചെത്തിൻ്റെ ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. എല്ലാവർക്കും നല്ല പറഞ്ഞു നല്ലോണം അറിയാം. ചെറുതൊക്കെ വീടും കണ്ടു, ഒത്തിരിയും കാണിച്ചു കൊടുക്കും. നമ്മളിന്ന് പനങ്കള്ള് ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇതാണ് ഷാജിയേട്ടൻ. അപ്പോൾ ഷാജിയേട്ടൻ ഇത് ഫ്രഷായിട്ട് ഇന്ന് രാവിലെ തന്നെ 8 മണിക്ക് എടുത്ത പനങ്കള്ളാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗുണങ്ങൾ, ആരോഗ്യത്തിനുള്ള ഗുണങ്ങൾ. അതുപോലെ ഇത് ഇപ്പോൾ ഈ ചൂട് കാലത്ത് കുറച്ച് കുറവാന്ന് പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മളിത് കഴിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ തെങ്ങും കള്ളൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അത് ചൂട് കൂടുതലാണെന്നാണ് ഷാജിയേട്ടൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് അറിയില്ല. കഴിച്ചു നോക്കുമ്പോഴും നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു ലൊക്കേഷൻ തന്നെ ഒരു അടിപൊളി ലൊക്കേഷൻ, ഒന്നും പറയാനില്ല, വാക്കുകളില്ല. ഒരു ചെറിയൊരു ഫോറസ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഷാജിയേട്ടൻ ഇതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇതെങ്ങനെയാണ്, എവിടുന്നാണ് ഇത് കൊത്തിയെടുക്കുന്നത്, ഇപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് ഇതിൻ്റെ ക്വാളിറ്റി എത്രയുണ്ടാവും ഒന്ന് ഷാജിയേട്ടൻ ഒന്ന് കാര്യങ്ങളൊക്കെ പറയൂ, നമുക്കൊന്ന് കേട്ടു നോക്കാം. ഷാജിയേട്ടാ, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം പിന്നെ ഈ സീസണിൽ കുറച്ച് കുറവായിരിക്കും അല്ലേ വരുന്നത്, ചൂടായതുകൊണ്ട് അല്ലേ? പല ആൾക്കാർക്ക് അറിയില്ലല്ലേ ഈ പനങ്കള്ളിന്റെ ഗുണങ്ങൾ അറിയില്ല, അതുകൊണ്ടാണ് ആൾക്കാർക്ക് വലിയ താല്പര്യം. അത് ശരി. 75 ലിറ്റർ കൊണ്ടുപോയാലും 3-4 സ്റ്റാഫുകളുണ്ട്. കൊണ്ടുപോയാലും 25-30 വെക്കുന്നുണ്ട്. ബാക്കി ഒഴിച്ചു കഴിഞ്ഞാൽ അവരും ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, എന്താ ആൾക്കാർക്ക് ഇതിന്റെ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ച് അറിയാത്തോണ്ടായിരിക്കില്ലേ? അതെ, അതാണ് കാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പനങ്ങള് ഈർക്കയാണ്, പ്രകൃതിയാണ്, അതൊന്നും മനസ്സിലവർക്ക് ഇവിടെ ഈ പാലക്കാട് ചിറ്റൂർ ഈ ഏരിയയിൽ മാത്രമാണ് ഇത് കൂടുതൽ കിട്ടുന്നത്. അതെ, പാലക്കാടാണ്. ഇവിടെ തന്നെയാണ് ഈ പനങ്ങൾ. പല്ലസേന, കൊല്ലങ്കോട്, പാലക്കാട് പല്ലസേനത്ത് ഫുൾ കള്ളാണ്. കൊല്ലങ്കോട് സൈഡ് ഇങ്ങനെ എല്ലാ ദിവസവും എടുക്കും ഇത്? എല്ലാ ദിവസവും എടുക്കും. 3 നേരം എടുക്കും അല്ലേ? നമുക്ക് കയറണം. വെയിറ്റ് കുറച്ച് ഒരു 5-6 ലിറ്റർ നമുക്ക് കുടിക്കാനും അത്യാവശ്യം അതിന് വെയിറ്റ് എടുക്കുള്ളൂ. കാലത്ത് പിന്നെ ഫുള്ളായിട്ട് എടുക്കും അല്ലേ? ഒരു 50-60 ലിറ്റർ വരേണ്ട സമയമാണ് ഇപ്പോ. അപ്പൊ ഉള്ളത് വന്നിട്ട് ഇപ്പൊ ഒരു 10-15-20 ലിറ്റർ. എത്ര ലിറ്റർ കിട്ടും? 50 ലിറ്റർ വരേണ്ടി തന്നെ. 50 ലിറ്റർ അല്ലേ? 50 ലിറ്റർ കിട്ടുന്ന പറയുന്നത്. നമ്മളിപ്പോ 4 ഉള്ളൂ. ഈ 4-5 മരം കയറി ഒരു 50 ലിറ്റർ 60 ലിറ്റർ കള്ളാവും. അപ്പൊ അതിൽ സംഭവം കമ്മിയാണ് ഈ സമയത്ത് ചൂടായ കാരണം, കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതന്നെ, തെങ്കളും നേച്ചറൽ തന്നെയാണ് സംഭവം. ഈ സമയത്ത് ഭയങ്കര ഹീറ്റാണത്. അതെ. ഈ നവംബർ മാസമൊക്കെ ആണെങ്കിൽ എത്ര ലിറ്റർ കിട്ടും? അതന്നെ ഒരു 50-60 ഇങ്ങനെ കിട്ടും. 4 മരം 5 മരം കയറിയ ഒന്നിനങ്ങനെ ഒരു 10 ഒരു 12-15 വരും. ഈ ചൂടിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ ശരിക്കും? നമുക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഉച്ചക്കിലൊക്കെ ഉച്ചനേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 3 നേരം എന്ന് പറയുമ്പോൾ ഉച്ച സമയത്തൊക്കെ എങ്ങനെ കയറും അല്ലേ? അതിന്റെ പ്രശ്നമുള്ളൂ. ഒരു മഴ അടിച്ചപ്പോൾ കള്ളിപ്പോ ടക്കം 10 ലിറ്റർ കൂടും പോകും. ആണോ? അപ്പൊ അതിന് ഗുണത്തിൽ വ്യത്യാസം ഉണ്ടാവുക? ഇല്ല, വെള്ളം കുടിക്കില്ല അത് കുറച്ചുകൂടി? വെള്ളം കുടിക്കും, എന്നാലും അത് ടേസ്റ്റ് കറക്റ്റായിട്ടുണ്ടാവും. അതെയോ? പണം നല്ല ആരോഗ്യം. പണം മട്ടയൊക്കെ ഉണങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മ ചവിട്ടിന് മട്ടകളെ ഉണങ്ങി പോയിക്കൊണ്ടിരിക്കും. ഷാജിയേട്ടനെ പറ്റി നമ്മളെ രോഹിത് ഒരുപാട് നാളെ പറയാൻ തുടങ്ങി. ബാംഗ്ലൂർ വരാറുണ്ട് രോഹിത്. ഇത് വളരെ റെഗുലർ ആയിട്ടുള്ള നമ്മുടെ പനങ്ങളുടെ കസ്റ്റമറാണ്. 25 രാജ്യം പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പനങ്ങളിലെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി തന്നിട്ടുണ്ട്. രോഹിത് പറഞ്ഞാൽ നമ്മൾ ഷാജിയേട്ടനെ അറിയുന്നത്. അങ്ങനെയാണ് നമ്മള് കണ്ണൂരിൽ ഇവിടെ വരെ വന്നത്. എവിടെയും കിട്ടില്ല, അത് സത്യ. അതാണ് അതിന്റെ ഒരു ഗുണം. ഇതുണ്ടോ തേനീച്ച അത്രയും നാച്ചുറൽ ആണ്. കണ്ടോ? വർഷം കൊണ്ടേ തേനീച്ച വരില്ലല്ലോ. വരില്ല, അതാണ്. ഇതാ
അത്ര നാച്ചുറലാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് കഴിച്ച ആൾക്കാർക്കേ പറയാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാർ കുറയുന്ന പറയുന്നത്. അതെ, അത് സത്യമാവും. നല്ല ടേസ്റ്റ് ചെയ്ത് കുടിക്കൂ. അതിന് പറ്റിയൊരു കോമ്പിനേഷൻ നമുക്ക് കിട്ടി. രോഹിത് നമുക്ക് ഇവിടെ ഇഡ്ഡലിയും അതിന് പറ്റിയൊരു മസാല, ഒരു രക്ഷയില്ല. എന്ത് മസാലയാന്ന് അറിയാം. രാമേശ്വരം ഇഡ്ഡലി പോലത്തെ ഒരു ഇഡ്ഡലി, നല്ല സ്പോഞ്ച് ഇഡ്ഡലി, 2-3 ചട്നിയും കിട്ടി അതിന്റെ കൂടെ. ഒന്നും പറയാനില്ല. ചട്നിയും പൗഡർ, മറ്റേത് നല്ല എരിവുള്ള ഒരു ചട്നി. വറുത്തിട്ട് ഇങ്ങനെ അരക്കുന്നില്ല, ഒന്നുമില്ല ഇല്ലേ. ഈ പനയെന്ന് ചെത്തിയെടുക്കുന്ന ഒരു കായാണ് നോങ്ക് അല്ലെങ്കിൽ ഇളന്നൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്. നമ്മുടെ ഇളനീര് പോലെ തന്നെയുള്ളൊരു സാധനമാണ്. പൊതുവെ ഈ റോഡ് സൈഡിലൊക്കെ ഇത് വിൽക്കുന്നത് കാണാം. അതും ഒരു ജെല്ലി പോലെ തന്നെയാണ്. അപ്പം അതും നമുക്ക് കഴിക്കാൻ പറ്റും. കുറച്ചൊരു ജ്യൂസി ടൈപ്പ് ജെല്ലി കിട്ടും അതിൻ്റെ അകത്തുനിന്ന്. അതിൽ നിന്നാണ് ആ പനയിൽ നിന്നാണ് ഈ കള്ള് ചെത്തിയെടുക്കുന്നത്. ഈ പനങ്ങൾ സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ. അതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ പാലക്കാട് ഏറ്റവും കൂടുതൽ ഇത് ലഭിക്കുന്നത്. ഈ പനങ്ങൾ ഫ്രഷായിട്ട് എടുക്കുമ്പോൾ ശരിക്കും ഇത് നോൺ ആൽക്കഹോളിക് തന്നെയാണ്. പക്ഷേ ഇത് കൂടുതൽ നമ്മൾ വെക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ആൽക്കഹോളിക് ബിവറേജ് ആയിട്ട് കൺവേർട്ട് ആവും. അതായത് കൂടുതൽ പുളിപ്പുണ്ടാവും. അതുകൂടാതെ ഈസ്റ്റ് ഉണ്ടാവും, സിങ്ക്, പൊട്ടാസ്യം, മഗ്നീഷ്യം, അയൺ, ഷുഗർ, പ്രോട്ടീൻ, ആമിനോ ആസിഡ്സ്, വൈറ്റമിൻ സി, വൈറ്റമിൻ B1, B2, B3 അങ്ങനെ പല ഹെൽത്തി ബെനിഫിറ്റുള്ള ഒരുപാട് കണ്ടൻറ്റ് ഈ പനകളിൻ്റെ അകത്ത് നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. കേരളത്തിലെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ മുതലമട. വിവിധ ഇനം മാങ്ങകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അൽഫോൺസ, വെങ്കനപ്പള്ളി, സിന്ദൂരം, ഹിമാപസന്ത്, കാലാപ്പാടി, നീലമാങ്ങ, മല്ലിക അങ്ങനെ വിവിധ തരം മാങ്ങകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലേക്കാണ് കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്നത്. അവിടുന്ന് UAE പോലത്തെ പുറത്തേക്കൊക്കെ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള മാങ്ങകളാണ്. അപ്പം ഈ കൂടുതൽ വരണ്ട കാലാവസ്ഥയിലാണ് ഈ മാങ്ങകളൊക്കെ കൂടുതൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മുതലമട എന്ന് പറയുന്ന സ്ഥലം മാങ്ങകൾക്ക് വളരെ ഫേമസ്. അങ്ങനെ നമ്മൾ ഷാജിയേട്ടനെ ഫോളോ ചെയ്യാണ്. രാവിലെ കിട്ടിയ കള്ള് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8 മണിക്കായിരുന്നു കൊത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇതായിപ്പം ഫ്രഷായിട്ടുള്ള പനങ്ങളിൽ ചെത്താൻ വേണ്ടിയിട്ട് ഷാജിയേട്ടൻ പോവാണ്. അത് മാത്രമല്ല അത് കൊത്തുന്ന രീതിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂട്ടി കൊണ്ടുപോകുന്നത്. പിന്നെ അതിന് കറക്റ്റ് ഒരു എക്യുപ്മെൻറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മുകളിൽ കയറിയിട്ട് അത് കള്ള എങ്ങനെ ചെത്തുന്നു എന്നുള്ളത് നമുക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ കൂടി നമ്മൾ അത് ഷാജിയേട്ടൻ കയറുന്നതും ഇതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. നമുക്ക് നോക്കാം. ഷാജിയേട്ടൻ കയറിയിട്ട് കൊത്തി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് മുകളിലേക്ക് കയറി പോകുന്ന കാണുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ അതിൻ്റെ ഇല എന്ന് പറയുന്നത് നല്ല മുള്ളുപോലത്തെ ഇലയാണ്. അത് നീക്കിയിട്ട് വേണം മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഷാജിയേട്ടനൊക്കെ ഒരു 15-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ മുകളിൽ പോകുന്ന കാണാം. ഒരു ദിവസം ഷാജിയേട്ടൻ പറഞ്ഞത് 3 പ്രാവശ്യമാണ് ഈ കള്ള് ചെത്താൻ കയറുന്നത്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും. അപ്പോൾ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കള്ളിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്.
സീസൺ ആകുന്ന സമയം, അതായത് ഒരു നവംബർ ഡിസംബർ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 50 തൊട്ട് 60 ലിറ്റർ വരെ കിട്ടും. ഈ ഒരു പ്രാവശ്യം കയറിയപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്നതിൻ്റെ അകത്ത് ഏതാണ്ട് 8 ലിറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇതാ ഷാജിയേട്ടൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം എത്ര ഉണ്ടാവും നോക്കാം. ഇത്രയും ഹൈറ്റിൽ നിന്ന് താഴെ വരെ ഒരു ഡ്രോപ്പ് പോലും അറിയാതെയാണ് ഈ പനങ്ങൾ കൊണ്ടുവരുന്നത്. അത് തന്നെ ഭയങ്കര സ്കില്ലാണ്. സാധാരണ ആർക്കും പറ്റുന്നില്ല. എക്സ്പീരിയൻസ് ഉള്ള ഇവരെ പോലത്തെ ഷാജിയേട്ടനെ പോലത്തെ ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇതാ കള്ളിൻ്റെ ആ ഒരു ക്വാളിറ്റി കണ്ടില്ലേ, നല്ല വൈറ്റ് കളറ് ഫ്രഷായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രാവിലെ കഴിച്ചതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. വെയിറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് നല്ല വെയിറ്റ് ഉണ്ട്, 8 ലിറ്ററിന് മുകളിലുണ്ടെന്നാണ് ഷാജിയേട്ടൻ പറഞ്ഞത്. നമ്മൾ ഭയങ്കര ഷാർപ്പായി പിടിക്കണം അവിടെ. ആ വെയിറ്റ് ഇങ്ങനെ നമ്മളെ വെച്ച് നമ്മുടെ വെയിറ്റ് അതും കൂടി ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരണല്ലേ, അതിന് പിടിക്കണം കട്ടായി. ഈ പനയിൽ കയറി കള്ള് ചെത്താൻ ഉപയോഗിക്കുന്ന കത്തി എന്ന് പറയുന്ന ഒരു പരന്ന ടൈപ്പ് കത്തിയാണ്. കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു കത്തി തന്നെയാണ്. ഓരോ തവണയും ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മൂർച്ചം കൂട്ടുന്നത് കാണാം. അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ പുറകിലെ ഒരു കത്തിക്കൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം നല്ല പവറുള്ളൊരു സാധനമാണ് ഈ കള്ള് ചെത്താൻ ഉപയോഗിക്കുന്ന കത്തി. അതുപോലെ അത്യാവശ്യം വന്യമൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ് ഇവിടെ. ഇതാ ഒരു കാട്ടുപന്നി വന്ന് ജസ്റ്റ് ഓടിപ്പോയി. ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഈ കള്ള് ചെത്താൻ പറ്റത്തുള്ളൂ. അതുകൂടാതെ ഈ ചെത്തുന്ന കള്ളൊക്കെ കള്ള് ഷോപ്പിൽ കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധമായിട്ടുള്ള ഒരു കണ്ടീഷനും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. സ്ട്രോങ് അല്ലേ? ഈ കള്ള് ഷോപ്പുകളിൽ 2 ടൈപ്പ് കള്ളുകളുണ്ടായിരുന്നു. ഒന്ന് തലേന്ന് കൊണ്ടുവന്ന കള്ള്, കുറച്ചുകൂടി വീര്യം കൂടിയതായിരിക്കും അത്. പിന്നെ ഇന്ന് അതേ സെയിം ഡേ തന്നെ കൊണ്ടുവന്ന കള്ളുകൾ. അതുകൂടാതെ ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ കുറച്ച് കള്ളുകളൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പോട് കൂടിയിട്ട് തന്നെ കള്ള് കഴിക്കാനും പറ്റുന്നതാണ് ഇവിടുന്ന് ഷോപ്പെന്ന് അവർ പറഞ്ഞത്. കൊണ്ടുവരുമല്ലേ, അതാണല്ലോ മെയിൻ ടച്ച് അല്ലേ. സോ ഫ്രണ്ട്സ്, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന മുതലമടയിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഇവിടുന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു വൈബും ഈ ഒരു ആംബിയൻസും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഏറ്റവും ഫ്രഷായിട്ടുള്ള പനങ്ങളിലും അതുപോലെ ഈ സമ്മർ സീസണിൽ ഏറ്റവും നല്ല ഒരു ഒരു ആംബിയൻസ് കിട്ടിയൊരു സ്ഥലമാണിത്. നമ്മുടെ ഷാജിയേട്ടൻ്റെ പരങ്കാടി എന്ന് പറയുന്നൊരു സ്ഥലം. ചെറിയൊരു ഫോറസ്റ്റ് എന്താ പറയുക, കാട്ടുപന്നിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഭയങ്കര രസമായിരുന്നു ഈ സ്ഥലം. പ്രത്യേക ഒരു വൈബാണ് അത്. അടിപൊളിയാണ്. നമ്മളിവിടെ വരാൻ കാരണം തന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഷാജിയേട്ടനും അതുപോലെ തന്നെ രോഹിത് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇങ്ങനെ ഒരു സ്ഥലത്തിനെ കുറിച്ച് അറിയില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഇവരെ പരിചയപ്പെട്ടതും അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതും. ഒരു രക്ഷയില്ല. ലൊക്കേഷൻ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റുമോ എന്നറിയില്ല.
പക്ഷേ എങ്കിൽ പോലും ഒരു പ്രാവശ്യം ഇവിടെ വിസിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര വൈബാണ്, അത് വന്ന് മനസ്സിലാക്കാൻ തന്നെ വേണം. അല്ലാതെ നമുക്കിപ്പോൾ വാക്കുകൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇന്ന് പ്യുവർ ഓർഗാനിക്കായിട്ട് പ്രകൃതിയുടെ കൂടെ നമ്മൾ ഇടകലർന്ന് ഇന്ന് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് നമുക്ക് അറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട് പാലക്കാട് ഈ വേനൽക്കാലത്ത് വന്നിട്ട് ഇത്രയും നല്ലൊരു ആംബിയൻസ് ഇവിടെ കിട്ടിയത്. അപ്പോൾ താങ്ക് യു രോഹിത്, ഷാജി ഏട്ടാ. നമ്മൾ വീണ്ടും ഇവിടെ വരുന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ താങ്ക് യു ഫ്രണ്ട്സ്.